നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ 2027 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ. രണ്ട് മോഡലിൽ നമുക്കിത് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേനും റെക്ടാങ്കുലർ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ടൊയോട്ട ഹെറിറ്റേജ് ഗ്രിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് വരുന്നുണ്ട്. അതിനകത്ത് ടൊയോട്ടേൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇതേപോലെ നീട്ടി എഴുതിയേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറാസ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ റഡാർ സെൻസർ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു സ്ക്വയർ ഓഫ് ആയിട്ടുള്ള ഒരു സൈഡ് വീൽ ആർച്ച് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ടയേഴ്സ് നമുക്ക് വരുന്നത് ഒരു 18 ഇഞ്ചിൻ്റെ ടയേഴ്സാണ്. നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ വരുന്നത് 265/70 R18 ആണ് നമുക്ക് അതിൻ്റെ ഒരു പ്രൊഫൈൽ വരുന്നത്. അത് 20 ഇഞ്ചസിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ബ്ലാക്ക് ആക്സൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഒന്ന് നമുക്ക് ഈ ഒരു മിറർ ക്യാപ്പിൽ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽസിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഈ ഒരു നമുക്ക് ആ ഒരു ക്യാപ്പിംഗ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ബാക്ക് ബൂട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കുപ്പിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ 2400 വാട്ട്സിൻ്റെ നമുക്കൊരു AC ഔട്ട്പുട്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ക്യാമ്പിങ്ങിന് അപ്ലയൻസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ബൂട്ട് ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിലായിട്ട് സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യാമ്പിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ബാക്കിലായിട്ട് നമുക്ക് ബാറ്ററി ഹമ്പ് വരുന്നുണ്ട്. നിങ്ങൾ ആ കാണുന്ന പോലെ തന്നെ നമുക്ക് അവിടനകത്ത് നമുക്ക് ആ ഒരു ഹൈബ്രിഡിൻ്റെ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാർഗോ ഫ്ലോർ കുറച്ചും കൂടെ നമുക്ക് ഹൈ ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് പ്ലേസ് അയക്കുന്നത്. നമുക്ക് കാർഗോ സ്പേസ് വരുന്നത് നമുക്ക് 1062 ലിറ്ററിൻ്റെ നമുക്ക് കാർഗോ സ്പേസ് വരുന്നുണ്ട്. നമ്മൾ സീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1062 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് LED കാർഗോ ലൈറ്റിംഗ് അതുപോലെ 60/40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിത് ഇലക്ട്രോണിക്കലി നമുക്ക് ഫുള്ളി ഇലക്ട്രോണിക്കലി നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അവിടെ നമ്മൾ ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് മെമ്മറി സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് നമുക്ക് 2 ലെവലിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനും നമുക്ക് പറ്റും. അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡ് ഡോർ പാഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രോണിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ്, ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത്. അതുപോലെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇതിനകത്ത് ഫോഗ് ലാമ്പിൻ്റെ ബട്ടണും അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് 12.3 ഇഞ്ചിൻ്റെ ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 12.3 ഇഞ്ചിൻ്റെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സെൻട്രൽ ആം കൺസോളിൽ തന്നെ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൂളർ ബോക്സും കൂടിയാണ് നമ്മുടെ ഈ ഒരു സെൻട്രൽ ആം കൺസോൾ വരുന്നത്. അതുപോലെ ഡീസന്റ് സ്പേസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ നമുക്ക് സിന്തറ്റിക് ലെതർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഡ്രൈവ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഈക്കോ അതുപോലെ നോർമൽ സ്പോർട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് MTS വരുന്നുണ്ട്, മൾട്ടി ടെറൈൻ സെലക്ട് മോഡ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് മഡ്, സാൻഡ്, ഡേർട്ട് അതുപോലെ റോക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ട്യൂട്ടേഴ്സ് നമുക്ക് ഡോർ പാഡിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് 2027 വരുമ്പോഴത്തേനും ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് സെക്കൻഡ് റോയിൽ നമുക്ക് കിട്ടുന്നത്. 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയർ പാസഞ്ചേഴ്സിന് നമുക്ക് അതിൻ്റെതായ ഡെഡിക്കേറ്റഡ്ലി നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും വളരെ മസ്കുലീനായിട്ടാണ് ഇവർ ഇത് നമ്മുടെ ലാൻഡ് ക്രൂയിസർ ബിൽഡ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ബോക്സി ഡിസൈൻ ആണ്. അണ്ടർ ദ ഹുഡ് നമുക്ക് വരുന്നത് ഒരു 2.4 ലിറ്ററിൻ്റെ ടർബോ ചാർജ്ഡ് 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു അസിസ്റ്റും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വണ്ടീൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ 326 ഹോഴ്സ് പവർ നമുക്ക് ഇതിനകത്ത് ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തോട്ട് നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. അതുപോലെ പ്രൈസിങ് വരുന്നത് $71,000 മുതൽ ഒരു $86,000 ഒക്കെ വരെ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. താങ്ക്